വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് വീണ്ടും ശക്തമായ മഴ. പുഞ്ചിരിമുട്ടത്ത് മണ്ണിടിച്ചിലുണ്ടാകുമെന്ന സൂചനയെ തുടർന്ന് അവിടെ രക്ഷാപ്രവർത്തകർ മാറിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, വലിയ തരത്തിലുള്ള ആശങ്കയാണ് അവിടെ നിന്നും, ആ ആശങ്ക ഉണർത്തുന്ന വാർത്തകളാണ് വരുന്നത്. വലിയ തോതിൽ മഴ കനക്കുകയാണ്, ഒപ്പം തന്നെ പുഞ്ചിരിമട്ടത്ത് മണ്ണിടിച്ചിലിൻ്റെ സാധ്യത കൂടി കാണുക. എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ഇപ്പോൾ ഈ പുഞ്ചിരിമട്ടത്ത് എത്ര രക്ഷാപ്രവർത്തകർ ഉണ്ടായിരുന്നു? അവിടെ ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിച്ചുകൊണ്ടിരുന്നത്? അവരെല്ലാം അവിടെ നിന്ന് പിൻവലിച്ചു. എന്താണ് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? അത്ര ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം അല്ലെങ്കിലും ഒരു മുൻകരുതൽ നടപടി എന്നതിന്റെ ഭാഗമായാണ് അല്പസമയത്തേക്ക് ഈ മഴ ശക്തമായി പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. അത് പുഞ്ചിരിമട്ടത്തു നിന്ന് മാത്രമാണ്. എന്നാൽ നേരെ മുണ്ടക്കയിലും അതോടൊപ്പം ഈ മറ്റ് സ്ഥലങ്ങളിലെല്ലാം ഈ വിധത്തിൽ രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ്. ഇത് ഒരു മണ്ണിടിച്ചിൽ ഭീഷണി നേരത്തെ തന്നെ നിലനിൽക്കുന്ന ഒരു മേഖലയാണ് ഈ പുഞ്ചിരിമറ്റം, അതോടൊപ്പം തന്നെ മേലെമുണ്ടക്കൈ തുടങ്ങിയ സ്ഥലങ്ങൾ. അവിടെ ഈ ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നേരത്തെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം കനത്ത മഴയിൽ നടത്തുന്നത് മണ്ണിടിച്ചിലും അതുപോലെ തന്നെ ഈ മുകൾ ഭാഗത്തു നിന്ന് ഈ നേരത്തെ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് തുടർ മണ്ണിടിച്ചിലോ മറ്റും ഉണ്ടാവാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് ആ സ്ഥലത്തെ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. പുഞ്ചിരിമറ്റത്ത് മറ്റുമാണ് ഇന്ന് കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്തിയത്. അവിടെ പല സ്ഥലങ്ങളിലും ആളുകളെ തിരിച്ചറിയാതെ ആളുകളോട് കുടുങ്ങിക്കിടക്കുന്നതായ മറ്റുമുള്ള വിവരങ്ങൾ ബന്ധുക്കളുടെയും ഒപ്പമുണ്ടാകുന്നവരുടെയും പത്ത് നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരമൊക്കെ അവിടെ ഇന്ന് രക്ഷാപ്രവർത്തകർ എത്തിയത്. ഏതാണ്ട് ഒരു 100ഓളം പേർ, വിവിധ സംഘങ്ങൾ അവിടെ ഉണ്ട്, രക്ഷാപ്രവർത്തനം നടത്തി വരികയായിരുന്നു. ഇതിനിടെയാണ് ഒരു ശക്തമായ മഴ പെയ്തത്. അതിന് നമുക്ക് ഈ ചൂരൽമല പുഴയിൽ ജലനിരപ്പ് ശക്തമായി ഉയരുന്നതിനും ആ മഴ കാരണമായി. ഏതായാലും രക്ഷാപ്രവർത്തനത്തെ അസാധ്യമാക്കുന്ന അല്ലെങ്കിൽ അത് ദുഷ്കരമാക്കുന്ന. ശരി, അനൂപാണ് വയനാട്ടിൽ നിന്ന് ദുരന്തമുഖത്തു നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് വീണ്ടും മഴ കനക്കുകയാണ്. പുഞ്ചിരിമട്ടത്ത് മണ്ണിടിച്ചിലിൻ്റെ ഒരു സാധ്യത, അതിൻ്റെ സൂചന വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരിക്കുന്നു. മറ്റു മേഖലകളിലും മഴ കനക്കുകയാണ്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്.